Mittapalli Agencies and Swami Sambar Powder, Nallonam Undonam, co-powered by Aditi Sunflower Oil and Suntips Tea. Special partner TTK Prestige, GRB Ghee and Prillil. ഇന്നത്തെ കുക്കിംഗ് സെഷനിൽ രണ്ട് സ്പെഷ്യൽ ഗസ്റ്റിനെ ഞാൻ വിളിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായ രണ്ട് മുഖമാണ്. ഇവരൊരു കപ്പിളാണ്. ഒത്തിരി സ്നേഹത്തോടെ സന്തോഷത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം മീത് ആൻഡ് മിരി. നമസ്കാരം. 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 ഞാനും മിത്തേട്ടാന്ന് വിളിച്ചാൽ മതിയോ? അങ്ങനെ വിളിക്കുന്നോണ്ട് പ്രശ്നമില്ലല്ലോ. എന്നോട് അത് ചോദിക്കേണ്ടത്. സോറി, അങ്ങനെ വിളിക്കുന്നോണ്ട് പ്രശ്നം കുഴപ്പമില്ല. അതെ, മിത്തേട്ടാന്ന് വിളിക്കുന്നോണ്ട് പ്രശ്നമുണ്ടോ? അത് കേൾക്കാൻ ഒരു രസമുണ്ട്, ഒരു വെറൈറ്റി. ഒന്നും കൂടി വിളിച്ചേ. മിത്തേട്ടാ. മിരി, അത് കുഴപ്പമുണ്ടോ? മിറിന്നല്ല, മിറിന്ന് ഞാൻ മാത്രമേ വിളിക്കുള്ളൂ. പുറമേയുള്ള ആളൊക്കെ വിളിക്കുന്നത് പിരീന്നാണ്. എന്താ അരപ്പിരി അങ്ങനെ എന്തെങ്കിലും? അത് ഞാൻ ശരിയായി കൊടുത്തോളാം. അതൊക്കെ വീട്ടിൽ ചെന്നിട്ട് ഇതിനുള്ളത്. ഈ മിത്തുവേട്ടാ അതിനും പിരിക്കുള്ളതൊക്കെ വീട്ടിൽ ചെന്നിട്ട്. ഓക്കെ. രുചിയുടെ ഒരു സ്ഥലത്തുനിന്ന് വന്നേക്കുന്ന രണ്ടുപേരാണ്. തലശ്ശേരിന്ന് കോഴിക്കോട്ടേക്ക് വരുമ്പോ ഇവിടെ എന്താണ് നമുക്ക് ഓണം സ്പെഷ്യൽ ആയിട്ട് കിട്ടാൻ പോകുന്നത്? പായസം ഉണ്ടാക്കാം. പായസം. ഓക്കെ, ശരി. എന്ത് പായസമാണ് ഉണ്ടാക്കുന്നത്? നമുക്ക് സേമിയ പായസം ഉണ്ടാക്കാം. സേമിയ പായസം. ഓക്കെ. പൊതുവെ വീട്ടില് എങ്ങനെയാണ് കുക്കിംഗ് പരിപാടികളൊക്കെ ആരാ പൊതുവെ ചെയ്യുന്നത്? എന്റെ അമ്മയാണ് കുക്കിംഗ് പരിപാടിയൊക്കെ ചെയ്യുന്നത്. അമ്മയാണ്. ഇൻട്രസ്റ്റ് ഇല്ല? അല്ല, അതുകൊണ്ടല്ല, ടൈം കിട്ടാത്തോണ്ടാ. ടൈം കിട്ടാത്തോണ്ടാ. നല്ല കാര്യം, എനിക്ക് മനസ്സിലാവും. ഐ അണ്ടർസ്റ്റാൻഡ്. മിറി ഇടയ്ക്കിടയ്ക്ക് പല പരീക്ഷണങ്ങളും നടത്താറുണ്ട്, പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്താറുണ്ട്. ഇതിനിടയ്ക്ക് ഒന്ന് ഉണ്ടാക്കിയ ഒരു സാധനം നമ്മളൊക്കെ ഓടിപ്പോയത്, നമ്മളൊക്കെ വരമ്പ് കടന്നിട്ട് അപ്പുറത്തെ വീട്ടിലെത്തിയിട്ടുണ്ട്. എന്താ സാധനം? ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം. പേരറിയത്തില്ല. ചോറില് ചീസ് മുളകൊക്കെ ഇട്ടിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം. അച്ചാർന്നൊക്കെ പറഞ്ഞത് അതിന്റെ എരിവ് കാരണമാണോ ഓടിയത്? അത് കഴിച്ചതേ ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ കണ്ടത് ഒറ്റൊരു ഡോറാണ്. അരമണിക്കൂർ അത് തുറന്ന് അതിന്റെ ഉള്ളിൽ ഇരുന്ന്. കാര്യങ്ങൾ പറയണം. അതാ, വെറുതെ അല്ല, പ്രോത്സാഹനമില്ല. പിന്നെ എങ്ങനെ കുക്ക് ചെയ്യും? ഓക്കെ, ശരി, നമുക്ക് എന്തായാലും കുക്കിങ്ങിലേക്ക് കിടക്കാൻ മതി. അപ്പൊ നമുക്ക് വേണ്ടിട്ട് ഇന്ന് മിത്വേണ്ണാണ് കുക്ക് ചെയ്ത് തരാൻ പോകുന്നത്. അപ്പൊ ഇപ്പുറത്തേക്ക് നിന്നോളൂ. അതെ, കുക്ക് ചെയ്യുന്ന ആൾ വേണം ഗ്യാസ് സ്റ്റോവിന്റെ അടുത്ത് നിൽക്കാൻ. അപ്പൊ നമ്മള്, നീ എന്തായിരുന്നു കുക്ക് ചെയ്യുന്ന പറഞ്ഞത്? സേമിയ പായസം. സേമിയ പായസമാണ്. ഇങ്ങനെ പുല്ല് പോലെ നമ്മള് ചെയ്യും. അതെ, ഈസിയാണ്. അത്ര ഈസിയാണ്. അപ്പൊ അത്ര അടിപൊളിയായിട്ട് അറിയാം. അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ പായസത്തിന് വേണ്ട ഇൻഗ്രീഡിയൻസ്? എന്തൊക്കെയാണ്? പായസം ഉണ്ടാക്കി തരാം, പക്ഷെ ഇൻഗ്രീഡിയൻസ് അറിയില്ല. പായസം ഒക്കെ ഉണ്ടാക്കി തരും, ഗൈഡ് ചെയ്യാൻ മിരിയുണ്ട്. ശരി, എന്നാലും എന്തൊക്കെയാ ഇൻഗ്രീഡിയൻസ്? ഇവിടെ പാലുണ്ട്, പിന്നെ നമ്മളുടെ സാമീസിന്റെ സേമിയ പായസം മിക്സ് ഉണ്ട്. ഓ, അതാണ്. പറ, വെറുതെ അല്ല. ഇൻഗ്രീഡിയൻസ് എന്താന്ന് ചോദിച്ചിട്ട് എന്റെ അടുത്ത് പറയണില്ലേ? നോക്കട്ടെ. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വേറെ ഏത് പായസം മിക്സ് ഉണ്ട്? ഇത് സ്വാമീസിന്റെ സേമിയ പായസം മിക്സ് ആണ്. എക്സ്ട്രാ നട്ട്സ് ഉണ്ടല്ലേ ഇതില്? എക്സ്ട്രാ നട്ട്സ് ഉണ്ട്, അതുകൊണ്ട് അതെ എക്സ്ട്രാ തിക്നെസ് ഉണ്ടാവും. അതുപോലെ തന്നെ നല്ലൊരു ട്രഡീഷണൽ ടേസ്റ്റ് ആണ്. നമ്മുടെ മുത്തശ്ശിമാർ ഉണ്ടാക്കുന്ന ഒരു അതേ സ്വാദ് ഉണ്ടാവും നമ്മുടെ സ്വാമീസിന്റെ ഇൻസ്റ്റന്റ് പായസം മിക്സിന്. അപ്പൊ നമുക്ക് ഉണ്ടാക്കി തുടങ്ങിയാലോ? നമ്മുടെ പ്രസ്റ്റീജ് സ്വെച്ച്നിയോ ഗ്യാസ് സ്റ്റവിന് ഒരു പ്രത്യേകതയുണ്ട്. ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ബേണേഴ്സ് കണ്ടില്ലേ, നമുക്ക് ഇത് റിമൂവ് ചെയ്ത് ക്ലീൻ ചെയ്യാം. റിമൂവബിൾ ആണ്. അതുപോലെ തന്നെ ബ്രാസ് ബേണേഴ്സ് ആണ്. പിന്നെ സുപ്പീരിയർ ടഫ് ആൻഡ് ഗ്ലാസ് വിത്ത് ഡ്യുവൽ ടോൺ ആണ്. ആൻഡ് വേറൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ജംബോ ബേണറും കൂടാണ്. ഞാൻ ഉണ്ടാക്കുന്ന പായസത്തിന് ഫുൾ പ്രത്യേകതയോട് പ്രത്യേകതയാണ്. അതെ, സ്വാമീസിന്റെ പായസം മിക്സ് ആണ്. പ്രസ്റ്റീജിന്റെ സ്വെച്ച് നിയോ ഗ്യാസ് സ്റ്റവ് ആണ്. ഇനി എന്ത് വേണം? ഉണ്ടാക്കിയാൽ മതി. ഒന്നും ഇല്ലാതെ ഇതിനകത്തൊന്നും അടച്ചു വെക്കണ്ട. ഇതെനിക്കറിയാം. ഇതിൽ നമ്മളിങ്ങനെ ചറപറയെന്ന് ഒഴിക്കും. അപ്പൊ നമ്മള് പാൽക്കാച്ചൽ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. മിത്തോട്ടാ പൊതുവെ കുക്ക് ചെയ്യാറുണ്ടോ? മിത്തോട്ടൻ എനിക്ക് ഇന്നാളൊരു പാസ്ത ഉണ്ടാക്കി തന്നു. ഓ, ഏത്? ആൽഫ്രെഡോ ആണ് ഉണ്ടാക്കിയത്. അതിന്റെ കൂടെ ഞാൻ എന്തൊക്കെ സോസ് ഇട്ടെന്ന് പറഞ്ഞേ? അതല്ലേ വൈറ്റ് സോസ്. അതിന്റെ വൈറ്റ് സോസ് ആക്കാൻ വൈറ്റ് സോസില് പാല് മൈദ ഇടും. കുറച്ച് മൈദ ഇടും. മൈദ അരിച്ചിടും. അങ്ങനെയൊക്കെ ഉണ്ട്. എനിക്ക് പാസ്ത ഉണ്ടാക്കാൻ അറിയാം. അടുത്ത പാചകത്തില് നമ്മുടെ പാല് തുളുതുളുവായി തുടങ്ങിയിട്ടുണ്ട്. തുളുതുളുവായിട്ടാ സൈഡിൽ നിന്ന് തുളിക്കുന്നുണ്ട്. ഇനി നമുക്കപ്പോ തിളച്ചു. ഇനി നമുക്ക് പതുക്കെ മറ്റേ സ്വാമീസിന്റെ നമ്മുടെ ഇൻസ്റ്റന്റ് പായസം മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. തിളച്ചു തുടങ്ങുമ്പോ തന്നെ ഇടാം. നമ്മളെ പോലത്തെ കപ്പിളിന് പറ്റിയ സാധനം ഇത്. പാല് ഇങ്ങനെ ഇടാ, ടപ്പേന്ന് പറഞ്ഞിട്ട് പാല് തിളക്കും, ഈ സാധനം അതിലിടുന്നു, പായസം റെഡി.
പിന്നെ സ്വാമീസിന്റെ ആകുമ്പോ എക്സ്ട്രാ നട്ട്സ് ഉണ്ട്. ഒന്നും ഇടണ്ട, ഇത് മാത്രം അത്രേ ഉള്ളൂ. അതാണ് ഇതിന്റെ ഒരു ധൈര്യം. അതെ, ഇതിൽ ആദ്യം നമുക്ക് കാണാൻ പറ്റുന്ന സാധനം കണ്ടാ, നട്ട്സിൽ നിന്ന് വെറുതെ പറഞ്ഞില്ല, ഇത് നിറച്ചും നട്ട്സ് ആണ്. നല്ല അണ്ടിപ്പരിപ്പ് അല്ല, കൊറേ ഉണ്ടല്ലേ. മിഥുവേട്ടന് എങ്ങനെയാ പൊതുവെ ഇത്രയും നട്ട്സ് ഇഷ്ടമാണോ പായസത്തില്? ഞാൻ കുറച്ചൊരു മധുരം അധികം കഴിക്കുന്ന ആളല്ല. അപ്പം ഞാൻ ഇങ്ങനെ പഞ്ചസാരയുള്ള കാര്യങ്ങളൊന്നും കഴിക്കില്ല. പക്ഷെ ഞാൻ ഇന്ന് ഇതെന്തായാലും കഴിച്ചു നോക്കും. ഓക്കെ മിരി, ഞാൻ ഔട്ട് ഓഫ് ദ ബോക്സ് ഒരു കാര്യം ചോദിച്ചോട്ടെ. ഏറ്റവും റൊമാൻറ്റിക് ആരാണ്, മിരിയാണോ മിഥുവേട്ടനാണോ? രണ്ടാളും അല്ലേ? ഭയങ്കര റൊമാൻറ്റിക് ആണെന്ന് തോന്നുന്നില്ലേ? എനിക്കൊന്നും മനസ്സിലായില്ല. അങ്ങനെയല്ല, ഞങ്ങൾ അങ്ങനെയാണ് എടുത്തത്. റൊമാൻറ്റിക് ആണ്. ഏറ്റവും കൂടുതൽ റൊമാൻറ്റിക് നമ്മൾ റൊമാൻറ്റിക് ആയ ഒരു മൊമെന്റ് ഉണ്ട്. ഇത് ചിലപ്പോ കുറച്ച് നീണ്ടുപോകും. മിറിന്റെ ബർത്ത്ഡേ വന്നപ്പം എനിക്ക് റൊമാൻറ്റിക് ആയി, നമ്മള് കരൺ ജോഹർ മൂവിയിലൊക്കെ കാണില്ല, ഇങ്ങനെ റൊമാൻറ്റിക് ആയി നമ്മള് ഫ്ലവർ കൊണ്ടുവന്നു, ഡെക്കറേറ്റ് ചെയ്യുന്നു, നമ്മൾ കേക്ക് കൊടുക്കുന്നു, ഷാമ്പയിൻ പൊട്ടിക്കുന്നു. അതേപോലെ ഞാൻ മിറിക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് ബെഡ്റൂമില് ഫുൾ ഡെക്കോ ഒക്കെ ചെയ്ത് ഷാമ്പയിൻ വെച്ചു, കേക്ക് വെച്ചു, ഫുൾ കാൻഡിലൊക്കെ കത്തിച്ചു വെച്ചു. അത് മെറീന കണ്ണൊക്കെ പൊത്തിക്കൊണ്ടുവന്ന് ആസ് യൂഷ്വൽ നമ്മൾ ഉള്ളിൽ കൊണ്ടുവന്ന് മെറീന കേക്കൊക്കെ മുറിപ്പിച്ചു. അപ്പം ഫ്രണ്ട്സ് വന്നിട്ട് പറഞ്ഞു അവർക്കൊരു ട്രീറ്റ് വേണമെന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് പുറത്തു പോകാം. മെരി വന്ന് മിത്തോട്ടാ ഈ കാൻഡിലൊക്കെ നമുക്ക് കെടുത്തിട്ട് പോവാന്ന് പറഞ്ഞു. പക്ഷെ മിത്തോട്ട് വേണ്ട, അത് അവിടെ തന്നെ എന്റെ റൊമാൻസിന്റെ കുടീരമാണത്. തിരിച്ചു വരുമ്പോ വീട് മുഴുവൻ കത്തി, ആ സോഫ മുഴുവനും കത്തിപ്പോയി. കാൻഡില് കത്തിച്ചപ്പം അത് നമ്മൾ സോഫയിൽ ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. വീട് തുറന്നൊക്കെ ഫുൾ പോകാം. അതുകൊണ്ട് മിത്തോട്ടെ റൊമാൻറ്റിക് എനിക്ക് പേടിയാ. സോഫയിലൊക്കെ സ്റ്റീലുള്ള താഴെ സ്റ്റീലുള്ള കാൻഡിൽസ് ആയിരുന്നു. അത് കാൻഡിലും കൂടി ഒന്നങ്ങ് റൊമാൻറ്റിക് ആയതാ. അതുകൊണ്ട് അതിനുശേഷം ഞാൻ റൊമാൻറ്റിക് ആവാൻ വിടാറില്ല. എനിക്ക് പേടി, എന്തെങ്കിലും കത്തിക്കും. ശരി, ദേ നമ്മുടെ പായസം ഒക്കെ ആയിട്ടുണ്ട്. പായസം നമുക്കൊന്ന് കുറച്ച് തീ കൂട്ടി കൊടുക്കാം. അതെ, ഇല്ലെങ്കിൽ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. മീനാക്ഷിനോട് വർത്താനം പറഞ്ഞ് തീർന്നിട്ടില്ല. ഓ താങ്ക്സ്. എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ഇടയ്ക്കിടയ്ക്ക് മീനാക്ഷി. നിങ്ങളല്ലേ എപ്പോഴും കണ്ടോണ്ടിരിക്കുന്നത്, എന്നെ ഇടയ്ക്കല്ലേ കാണുന്നുള്ളൂ. ഓക്കെ, അങ്ങനെ നമ്മുടെ പായസം ഇവിടെ കിടന്ന് തിളച്ച് മറിയുന്നുണ്ട്. അതെയോ തിളച്ച് ആയോ? എന്താ അവസ്ഥ? അതാണ് സ്വാമീസിന്റെ ഇൻസ്റ്റന്റ് പായസം മിക്സിന്റെ പ്രത്യേകത. അതെ, ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കി ചെയ്താലോ? വേവ് നോക്കി മിത്തട്ടോ. നോക്കണേ, ഉപ്പില് തെറിപ്പിക്കാം. എനിക്ക് പായസം വേണ്ട. ഏകദേശം എന്തുവാടേ അപ്പൊ നമുക്ക് ഓഫ് ചെയ്യും, സ്റ്റൗ ഓഫ് ചെയ്യും, ഗ്യാസ് വേസ്റ്റ് ചെയ്യും. ഓക്കെ ഡൺ. സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ പായസം, എക്സ്ട്രാ നട്ട്സ് ഉള്ള പായസം, ഉണ്ടാക്കിയ പായസം. അതെ, ചൂടുണ്ടേ. മനസ്സിലായി. നമ്മൾ ഉണ്ടായി കഴിഞ്ഞാല് വേറെ ആൾക്ക് പരോസനം അല്ല, എന്താ പറയാ, വിളമ്പണം. വിളമ്പി കഴിഞ്ഞാൽ മാത്രമേ അതിന്റെ ഒരു പുണ്യം കിട്ടുള്ളൂ. അതെ, ആ ഉള്ള നട്ട്സ് ഒക്കെ പെറുക്കിട്ടോ മതി. സത്യം പറയണം കേട്ടോ, കൈപ്പുണ്യം നിറഞ്ഞു തുളുമ്പുന്നുണ്ട് അതില്. ഓക്കെ, എടാ മോനെ പറ. അടിപൊളി. പറ. ചുണ്ടൊന്ന് പൊള്ളി. പായസം കൊണ്ട് കുടിച്ചതാ. ഇഷ്ടായി കണ്ടാ. സൂപ്പർ. ഫസ്റ്റ് അറ്റംപ്റ്റ് എന്ന് പറയുമ്പോ അടിപൊളിയുണ്ട്. എടാ മോനെ സെറ്റ്. സത്യം പറയണം കേട്ടോ. അല്ല, ഇവര് മിക്സ് ഇടുമ്പോ നല്ല അറിഞ്ഞു കണ്ടു ഇട്ടോണ്ട് രസമുണ്ട്. മിത്താട്ടന്റെ കഴിവല്ല. ഒരു ക്രെഡിറ്റ് തന്നൂടെ നിങ്ങൾക്ക്? ഇല്ല, ആ എഫേർട്ടിന് നല്ലൊരു വെറുതെ നമ്മളിവിടെ നടുക്ക് നിർത്തി പൊട്ടനാക്കി. ഇതൊന്നും ചെയ്യണ്ടായിരുന്നു. ടപ്പേന്ന് സാധനം തീർന്നു. കുട്ടിക്ക് നല്ലോണം വിശന്നിന് തോന്നുന്നു. സത്യം ചൂട്. സത്യം
ടേസ്റ്റില് സ്വന്തമായി ഉണ്ടെങ്കിൽ സ്വന്തമായ എക്സ്പ്രഷൻ ഒക്കെ. എനിക്ക് എന്തായാലും ഇത്രയും നല്ല പായസമൊക്കെ ഉണ്ടാക്കി തന്നല്ലേ, ഞാൻ കുറച്ച് സമ്മാനം തരട്ടെ? തന്നോളൂ. സന്തോഷത്തോടെ കഴിഞ്ഞിട്ട് സ്വീകരിക്കോ? അതിഥി സൺഫ്ലവർ ഓയിൽ നൽകുന്ന സമ്മാനം, സൺ ടിപ്സ് ടീ നൽകുന്ന സമ്മാനം, പിട്ടാപ്പള്ളി ഏജൻസീസ് നൽകുന്ന സമ്മാനം, സ്വാമി സാമ്പാർ പൗഡർ നൽകുന്ന ഗിഫ്റ്റ് ആമ്പർ. ഒരുപാട് സന്തോഷം കാണാൻ കഴിഞ്ഞതിലും പരിചയപ്പെടാൻ സാധിച്ചതിലും. താങ്ക് യു സോ മച്ച് കേട്ടോ. പിട്ടാപ്പള്ളി ഏജൻസീസ് ആൻഡ് സ്വാമി സാമ്പാർ പൗഡർ, നല്ലോണം ഉണ്ടോണം, കോ പവർഡ് ബൈ അതിഥി സൺഫ്ലവർ ഓയിൽ ആൻഡ് സൺ ടിപ്സ് ടീ. സ്പെഷ്യൽ പാർട്ണർ TTK Prestige, GRB Ghee ആൻഡ് പ്രില്ലിൽ. അടുത്തത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മത്സരമാണ്. എന്താ പേര്? മിൻഹ. പേര്? അതിഥി. ആദിത്യ. ഓക്കെ. അപ്പോൾ നമ്മുടെ ഗെയിം വളരെ സിമ്പിൾ ആണ്. ചിലപ്പോൾ ഗെയിമിന്റെ പ്രോപ്പർട്ടി കാണുമ്പോൾ നിങ്ങൾക്ക് ഗെയിം എന്താണെന്ന് മനസ്സിലാവും. എല്ലാവരും നേരത്തെ കണ്ടിട്ടുള്ള ഗെയിമൊക്കെ തന്നെയാണ്. ആ പ്രോപ്പർട്ടി ഒന്ന് കൊണ്ടുവരുമായിരിക്കും. ഇതാണ് പ്രോപ്പർട്ടി. ഒരാള് ഈ ഹെഡ്സെറ്റും വെച്ച് ഒരു സ്ഥലത്ത് നിൽക്കും. മറ്റേയാള് ഞാനൊരു ഡയലോഗ് പറയും, ആ ഡയലോഗ് മറ്റേയാളെ പറഞ്ഞ് മനസ്സിലാക്കണം. ഓക്കെ? പ്രോപ്പർട്ടി വെച്ചിട്ട് മിൻഹ നിന്നോ? കേൾക്കാൻ പറ്റുന്നില്ലല്ലോ? ആ ഇല്ല. ഓക്കെ, സെറ്റ്. റെഡി അല്ലേ? റെഡി അല്ലേ? പതുക്കെ ചോദിച്ചാൽ ആദ്യത്തെ ഡയലോഗ് ഞാൻ പറയാം, നമുക്ക് ചോദിച്ചു പോവാം. വെരി സിമ്പിൾ. തുടങ്ങിയോ? നമുക്ക് 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 ചോദിച്ച് പോകാം. നമുക്ക് ചോദിച്ച് പോവാം. അടിപൊളി. 1. അടുത്ത ടീം ഇതിൽ സ്കോർ ചെയ്യണേ. 500 അച്ഛനോടാണോ? 500 500 പറഞ്ഞോണ്ടിരിക്കേ. 500 അത് മൊത്തം പറഞ്ഞു കൊടുക്കേ. നിന്റെ കളി 500 നിന്റെ കളി. അടിപൊളി. പറഞ്ഞോ. തന്റെ തന്തയല്ല എന്റെ തന്ത. സിമ്പിളാ. അടി സക്കേ. നീ പോ മോനെ ദിനേശ. അടിപൊളി. ഇതാരാ? എല്ലാ സിനിമയും കുത്തിയിരുന്ന് കാണണ്ടല്ലേ? എങ്ങനെയാണ് ഇത് ഇത്ര ഈസി ആയിട്ട് റീഡ് ചെയ്തെടുത്തത്? കലക്കേട്ടോ. എന്തായാലും 5 ഡയലോഗ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. 5ഉം കറക്റ്റ് ആയിട്ട് തന്നെ ഗസ് ചെയ്തു. ഇനി അടുത്ത വരുന്ന ടീം ആൾക്ക് ചെറിയ പേടിയുണ്ടായിരുന്നു, പക്ഷെ കുഴപ്പമില്ല. കൈ വിറയ്ക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത ടീമിനെ വിളിക്കാം. പേരെന്താ? അവ്യ. ഓ, വെറൈറ്റി ആണല്ലോ. അജിഷ. ഓക്കെ, അപ്പൊ റെഡിയാണോ? രണ്ടുപേരും റെഡി അല്ലേ? നല്ലൊരു ഗൈഡ് കൊടുത്ത രണ്ടുപേർക്കും. നമുക്ക് ഗെയിമിലേക്ക് കിടക്കാം. താൻ ആരാണെന്ന് തനിക്ക് അറിയില്ലെങ്കിൽ തനിക്ക് അറിയാമെങ്കിൽ താൻ എന്നോട് ചോദിക്കുക താൻ ആരാണെന്ന്. ആ, കറക്റ്റ്. ജാങ്കോ. ഞാൻ പെട്ടു. നീ അറിഞ്ഞോ ഞാൻ പെട്ടു. നീ അറിഞ്ഞോ ഞാൻ പെട്ടു. ഈപ്പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. ഈപ്പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. പൂച്ചക്ക് പൂച്ച. എക്സ്പ്രഷൻ കാണിക്കരുത്. ഇത് ദംഷറാത്ത് അല്ലത്. പൂച്ചയ്ക്ക് ആര് മണി കെട്ടും? നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ. നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ. നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ. നീലാകാശം. നീലാകാശം പച്ചക്കട ചുവന്ന ഭൂമി. പിന്നല്ല. ഇവിടെ എല്ലാരും കുത്തിയിരുന്ന സിനിമ കാണുന്ന ടീമാ. ഞാൻ അപ്പഴേ പറഞ്ഞതാ ഞാൻ ഉണ്ടാക്കിക്കോളാന്ന്. ഓക്കെ, അതെ, ഇതിപ്പോ പ്രശ്നമല്ലത്. 2 ടീമും ജയിച്ചത്. 2 ടീമും പോര്. നാണിച്ചിരിക്കല്ലേ? വാ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും 2 വിന്നേഴ്സിനും പ്രൈസ് കൊടുക്കാം. ഇത് പിട്ടാപ്പള്ളി ഏജൻസീസ് നൽകുന്ന സമ്മാനം, ഇത് സൺ ടിപ്സ് ടീം നൽകുന്ന സമ്മാനം, ഇത് സ്വാമി സാമ്പാർ പൗഡർ നൽകുന്ന ഗിഫ്റ്റ് ആമ്പർ. ഇനി അടുത്തത് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ്. അത് നൽകാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്പെഷ്യൽ ഗസ്റ്റിനെ സ്വാഗതം ചെയ്യാണ്. നമ്മുടെ അതിഥി ആൻഡ് പാരിസൺസിന്റെ നോർത്ത് കേരള ഏരിയ സെയിൽസ് മാനേജർ മിസ്റ്റർ അനന്തകൃഷ്ണനെ ഞാൻ ഒരുപാട് സ്നേഹത്തോടെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു.
നമ്മുടെ അനന്തകൃഷ്ണൻ സർ അതിഥി സൺഫ്ലവർ ഓയിലിന്റെ ഗിഫ്റ്റ് ഹാമ്പർ വിജയികൾക്ക് കൈമാറുന്നു. താങ്ക് യു സോ മച്ച്. പിട്ടപ്പള്ളി ഏജൻസീസ് ആൻഡ് സ്വാമി സാമ്പാർ പൗഡർ നല്ലോണം ഉണ്ടോണം co-powered by അതിഥി സൺഫ്ലവർ ഓയിൽ ആൻഡ് സൺ ടിപ്സ് ടീ. സ്പെഷ്യൽ പാർട്ട്ണർ TTK Prestige, GRB Ghee and Prill. ഞാനിവിടെ എൻ്റെ കയ്യിൽ പിടിച്ചോണ്ടിരിക്കുന്ന സാധനം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും എന്ത് ഗെയിമാണെന്ന്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ കളിച്ചിട്ടുള്ള ഒരു ഗെയിമാണ്. ഇത് കളിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 2 പേരെ എന്താ എന്താ ഋതുവോ ഋതു ഋതു വാ വാ ഋതു പോരെ, എല്ലാരും വിളിച്ചല്ലേ. ഋതുവിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരാളെയും കൂടെ വേണം. ചേച്ചി വാ. ചേച്ചി ഏതൊരു ചേച്ചി വാ വാ 2 പേരും വാ. ഋതു ഇവിടെ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ്? ഞാൻ ഹിന്ദി ഡിപ്പാർട്ട്മെന്റ് BA സെക്കൻഡ് ഇയർ. BA സെക്കൻഡ് ഇയർ ഹിന്ദി. സ്ഥലം എവിടെയാണ്? ആക്ച്വലി ഐ എം പഞ്ചാബി, സോ ഐ എം ലേണിംഗ് മലയാളം ഹിയർ. താമസിക്കുന്നത് ഊട്ടുകുളമാണ്, പാലത്ത്. ഐ എം എ ഫാൻ ഓഫ് പഞ്ചാബി ഫുഡ്. പേരെന്താ? സ്നേഹ. സ്നേഹ. ഗെയിം ഇത്രയേ ഉള്ളൂ. സ്നേഹ ഒരു പോയിന്റിൽ നിന്നിട്ട് ഈ ബോൾ പിടിച്ചു കൊടുക്കുന്നു. ഋതു ഈ ബോൾ ആ ബൗളിലേക്ക് എറിയുന്നു. ഓക്കെ, മനസ്സിലായോ? ഓക്കെ ശരി. മലയാളം വരും. അപ്പൊ കുഴപ്പമില്ല. ഓക്കെ ശരി. അപ്പൊ ഗെയിമിലേക്ക് പോവാം. റെഡിയാണോ 2 പേരും? Your time starts now. നല്ലൊരു പ്രോത്സാഹനാവാം. Up, 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 up. Come on, Sneha, come on, come on. ഇത്തിലൂടെ പൊക്കി അറിഞ്ഞാൽ മതി. ഓ വരുന്നുണ്ട് വരുന്നുണ്ട്. That's okay. ഇല്ല നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഋതു വീണ്ടും കയറിയിരിക്കുകയാണ് കളത്തിലേക്ക്. Yes, 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 yes. Up, 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 up. ഇല്ല കുഴപ്പമില്ല. എറിഞ്ഞോ 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 എറിഞ്ഞോ. ഒന്നുകൂടെ ട്രൈ 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 ട്രൈ. 10 9 7 6 5 4 3 2 1 0. ഋതു ലാസ്റ്റ് എന്തായിരുന്നു ഇവിടെ? പാവാടയിലൊക്കെ പൊതിഞ്ഞോണ്ടൊക്കെ വരുന്നുണ്ടായിരുന്നല്ലോ. ഞാനിവിടെ ഒരു ബോളും കൊണ്ട് സ്നേഹം കൊടുത്തു ഇങ്ങോട്ടാണ് നമ്മളുടെ എന്റെ ഇന്ന് തട്ടിപ്പറിച്ച് മേടിച്ചോണ്ടൊക്കെ പോയിട്ടായിരുന്നു. ഞാൻ നോക്കുമ്പോ ഋതു അവിടെ നിന്ന് നിലത്തിരുന്ന് പെറുക്ക്. ഓക്കെ, അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. നന്നായിട്ട് കളിച്ചു. പക്ഷെ ബോളൊന്നും ഇടാൻ പറ്റിയില്ല. കുഴപ്പമില്ല കേട്ടോ. ഒരു ബോള് പോലും ബോളിലാക്കാൻ പറ്റാതെ ഋതുവും സ്നേഹയും ഇവിടുന്ന് പോയി. പക്ഷെ കുഴപ്പമില്ല, അവരെ ഞങ്ങൾക്ക് ചാലഞ്ച് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് മുന്നോട്ടേക്ക് വരാൻ ആർക്ക് സാധിക്കും? 2 പേർക്ക് വരാം. ബാ. ഹായ്, എന്താ പേര്? അനസൂയ. അനുസൂയ. എന്താണ് പേര്? അർച്ചന. ഓക്കെ, അർച്ചനയുടെ വീട് മലപ്പുറം. അപ്പൊ നമുക്ക് എന്തായാലും മത്സരത്തിലേക്ക് കടന്നാലോ? Your time starts now. റൈറ്റ്. ഉന്നം കറക്റ്റ് ആണ്. ഒരു നല്ല കൈഡി കൊടുക്കാൻ അനസൂയക്ക്. പറ്റും. കുഴപ്പമില്ല. ആവേശം കൈവിടരുത്. അടിപൊളി. അങ്ങനെ തന്നെ പോട്ടെ. നോക്കി എയിം ചെയ്ത് മറ്റേ ആൾക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. വേണ്ട, എനിക്ക് നടക്കുന്ന പണിയാണ് എനിക്ക് തോന്നുന്നത്. 10 9 8 7 6 5 4 3 2 1. ഒരു ബോൾ ഇട്ടി മത്സരത്തെ വിജയിച്ചിരിക്കുകയാണ് കേട്ടോ. ഓക്കെ,
റെഡിയല്ലേ രണ്ടുപേരും സമ്മാനം മേടിക്കാൻ? ഇത് സ്വാമി സാമ്പാർ പൗഡർ നൽകുന്ന സമ്മാനം, സൺ ടിപ്സ് ടീ നൽകുന്ന സമ്മാനം, അതിഥി സൺഫ്ലവർ ഓയിൽ നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പർ, പിട്ടാപ്പള്ളി ഏജൻസീസ് നൽകുന്ന സമ്മാനം. അപ്പോൾ എന്തായാലും ഇന്ത്യ സ്റ്റുഡൻസ് യൂണിയന്റെ ഹെൽപ്പോട് കൂടിയാണ് നമ്മളിവിടെ ഈ പ്രോഗ്രാം നടത്തുന്നത്. അവർക്ക് ഒരുപാട് നന്ദി. പിന്നെ അതുപോലെ തന്നെ ഈ കോളേജിലെ സ്റ്റുഡൻസിന് നമ്മളോട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. നിങ്ങൾക്കും ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. This is Pittapalli Agencies and Swami Sambar Powder, Nallonam Undonam, co-powered by Aditi Sunflower Oil and Sun Tips Tea. Special partner TTK Prestige, GRB Ghee and Prill.